യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാർ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹർജിയിലാണ് ഈ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഹൈക്കോടതി നിർദ്ദേശം? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ ജാമ്യം റദ്ദാക്കുന്ന നടപടി അടിയന്തരമായി വേണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചു. എന്നാൽ പ്രതികൾക്ക് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സമയം അനുവദിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അങ്ങനെയാണ് 4 പ്രതികൾക്കും ഇപ്പോൾ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി അടുത്ത മാസം 10-ാം തീയതി വരെ സമയം നൽകിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലിയാണ് സർക്കാരിന് വേണ്ടി ഇന്ന് ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് വളരെ മൃഗീയമായ രീതിയിലാണ് പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം കൈകാര്യം ചെയ്തത്. ഈ ലാത്തി കണ്ടെടുത്തിട്ടില്ല, ഈ ലാത്തികൾ കണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾ അടിയന്തരമായി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ കോടതി അക്കാര്യത്തിൽ വഴങ്ങിയിട്ടില്ല. പ്രതികളുടെ എതിർ സത്യവാങ്മൂലം കിട്ടിയ ശേഷം ഇതിൽ വിശദമായ പരിശോധന നടത്താമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ പരിക്കുണ്ടെങ്കിൽ വധശ്രമ കുറ്റം വേണ്ടേ എന്ന് കോടതി ചോദിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല എന്നതായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മറുപടി.